ആപ്പിൾ പൈ ഉണ്ടാക്കാൻ ആപ്പിൾ എടുത്ത് വെച്ചാട്ടോ ഞാൻ. പിന്നെ എനിക്ക് തോന്നി വെറുതെ പണി വാങ്ങിക്കണ്ട, അറിയാവുന്ന ഒരു പണി ചെയ്യാമെന്ന്. എനിക്ക് അറിയാവുന്ന പണി എന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ആപ്പിൾ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയുണ്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഒരു ആപ്പിൾ എടുത്തിട്ട് അതിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ഒരു നുള്ള് കറുവപ്പട്ട പൊടിച്ചതും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നത്തെ പകുതി കഷ്ണം ആപ്പിളിൽ കറുവപ്പട്ട പൊടിച്ചതും പഞ്ചസാര 1 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തു. നിങ്ങൾ ഈ ആപ്പിളൊക്കെ കട്ട് ചെയ്യുന്നതും അതുപോലെ പേസ്റ്റ് ആക്കുന്നതും അവസാനത്തേക്ക് ചെയ്താൽ മതി കേട്ടോ. കാരണം ഇത് അവസാനം നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളറ് മാറാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. 3 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. 3 മുട്ട നമുക്ക് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഞാനത് പതപ്പിച്ചെടുക്കുന്നത് കേട്ടോ. പൊട്ടിച്ച മുട്ടയിലേക്ക് വനില എസൻസ് ചേർക്കണം. അത് 1 ടീസ്പൂണാണ് ചേർക്കേണ്ടത്. പിന്നെ ഉപ്പ് 1 നുള്ളു ഇടണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം. മുട്ടേൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടും. 1 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 3 ബാച്ച് ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഹൈ സ്പീഡിലാണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അടുത്തതായിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കണം. ഓയിൽ മുഴുവനായിട്ട് തന്നെ ഒരുമിച്ച് ഒഴിക്കുക. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഇനി ഈ മിക്സിലേക്ക് 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആപ്പിളിൻ്റെ ഫ്ലേവർ നമുക്ക് ഒന്നുകൂടി കിട്ടും കേട്ടോ. അതും ഏറ്റവും ലോവസ്റ്റ് സ്പീഡിൽ ഒന്ന് കറക്കിയെടുക്കുക, അതായത് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. മുട്ടയുടെ മിക്സിലേക്ക് അടുത്തതായിട്ട് മൈദയാണ് ചേർക്കേണ്ടത്. 1 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ മൈദ ചേർക്കുന്നതിന് മുന്നേ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. മൈദ അരിക്കുന്നതിന് മുന്നേ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 3 തവണ അരിച്ചെടുക്കുക നന്നായിട്ട്. ഈ മിക്സ് നമുക്ക് മുട്ടയുടെ മിക്സിലേക്ക് കുറേശ്ശായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ടയിൽ മൈദ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആപ്പിൾ പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുന്നേ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിടണം. അത് മാത്രമല്ല, കേക്ക് ട്രേ ഒന്ന് റെഡിയാക്കണം. അതായത് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ സൺഫ്ലവറിലൊന്ന് നന്നായിട്ട് പുരട്ടുക. അതിൻ്റെ മേലെ മൈദ ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള മൈദ ഒന്ന് തട്ടി കളയുക. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ടിൻ റെഡിയായി. ഇതിലേക്ക് ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടി അതിലെ എയറൊക്കെ ഒന്ന് കളയുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മേലെ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മുടെ കേക്ക് ട്രേ വെച്ചു. ഒരു 45-50 മിനിറ്റുള്ളിൽ തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടും കേട്ടോ. കേക്ക് നന്നായി കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി നമുക്ക് കേക്കിലേക്ക് ഇറക്കി നോക്കാം. അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് വെന്തു കിട്ടും. എന്തായാലും കേക്ക് ഉണ്ടാക്കിയാൽ തന്നെ ആനും കുട്ടികളും വന്നു കേട്ടോ. അപ്പോൾ കുട്ടൂസിനാണ് ഞാൻ കേക്കിൻ്റെ ഫസ്റ്റ് കഷ്ണം കൊടുത്തത്. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ആപ്പിൾ കേക്കിൻ്റെ കഥ.